നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ശബരിമലയിലെ കൊടിമരമാറ്റത്തിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മോഹൻലാലിന്റെയും ദിലീപിന്റെയും മൊഴി രേഖപ്പെടുത്തി വിജിലൻസ്. സ്വർണം സംഭാവന നൽകിയതിന്റെ വിവരങ്ങളാണ് താരങ്ങളിൽ നിന്ന് വിജിലൻസ് പ്രത്യേക സംഘം ചോദിച്ചറിഞ്ഞത്. സ്വർണം സംഭാവന നൽകണമെന്ന് അഭ്യർത്ഥിച്ചത് സുഹൃത്തായ സുരേഷ് ഗോപിയാണെന്ന് മോഹൻലാൽ മൊഴി നൽകി. തിരുവനന്തപുരത്തെ ജ്വല്ലറിയിൽ നിന്ന് 2 പവൻ സ്വർണം വാങ്ങി സുഹൃത്ത് മുഖേന പമ്പയിൽ എത്തിച്ചുവെന്നും മോഹൻലാലിന്റെ മൊഴിയിൽ പറയുന്നു. തിരുവനന്തപുരത്ത് വെച്ചാണ് മോഹൻലാലിന്റെ മൊഴിയെടുത്തത്. ദിലീപിന്റെ മൊഴി കൊച്ചിയിൽ വെച്ചും രേഖപ്പെടുത്തി. മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധിച്ച KSU നേതാവിന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ് ജില്ലാ സെക്രട്ടറി ബിദുൽ ബാലന്റെ കോഴിക്കോട്ടെ തിരുവള്ളൂരിലെ വീടിന് നേർക്കാണ് ആക്രമണം. ഇന്ന് പുലർച്ചെ 2:30ഓടെയാണ് സംഭവം. റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചതിനെ തുടർന്ന് അറസ്റ്റിലായ ബിദുൽ ബാലൻ റിമാൻഡിലാണ്. അതിനിടെ കണ്ണൂരിൽ KSU പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ ആരോഗ്യമന്ത്രിയെ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. മന്ത്രിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനാണ് തീരുമാനം. രാത്രി ഓൺലൈനായി ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിലാണ് തീരുമാനം. 4 മണിയോടെ റോഡ് മാർഗം മന്ത്രിയും സംഘവും തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. സ്വന്തം വാഹനത്തിലാണ് യാത്ര തിരിച്ചത്. രാത്രിയോടെ മന്ത്രിയുടെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ടു. രക്തസമ്മർദ്ദം സാധാരണ നിലയിലേക്ക് വരുന്നതായും മെഡിക്കൽ ബോർഡ് വിലയിരുത്തി. ഈ സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നത്. ദ കേരള സ്റ്റോറി 2 രണ്ടാഴ്ചത്തേക്ക് സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ചിനെതിരായ അപ്പീലിൽ ഇന്ന് ഡിവിഷൻ ബെഞ്ച് വിധി പറയും. ഇന്നലെ ഉച്ചയ്ക്ക് ചിത്രം സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ച് നടപടിക്ക് പിന്നാലെ നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹർജി അടിയന്തര സ്വഭാവത്തിൽ കണക്കിലെടുത്ത് കോടതി രാത്രി 7:30 വാദം കേൾക്കാനും തയ്യാറായി. പൊതുതാൽപര്യ ഹർജിയായി വന്ന കേസ് എങ്ങനെ സിംഗിൾ ബെഞ്ചിന് കേസ് കേൾക്കാൻ കഴിയുമെന്ന് കോടതി വാദത്തിനിടെ ചോദിച്ചിരുന്നു. ഹർജിക്കാർക്ക് ഹർജി ഫയൽ ചെയ്യാൻ നിയമപരമായ സാധുത എന്തെന്നും കോടതി ചോദിച്ചു. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം സിയാൽ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ശരിവെച്ചു. അതേസമയം സിയാലിന്റെ മാനേജിംഗ് ഡയറക്ടർക്ക് ഹൈക്കോടതി ചെലവിനത്തിൽ 1 ലക്ഷം രൂപ പിഴ ചുമത്തിയത് ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഒഴിവാക്കി. 2019 സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സിയാലിൽ നിന്ന് ചില വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിച്ചെങ്കിലും അത് നിരാകരിച്ചതോടെയാണ് വിഷയം കോടതിയുടെ പരിഗണനയ്ക്കെത്തിയത്. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ചു. 10ാം ബ്ലോക്കിലെ സോമന്റെ മകൻ അനീഷാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. പുലർച്ചെ വീടിന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു അനീഷ്. ഈ സമയത്ത് പുറത്തു നിന്നിരുന്ന കാട്ടാന ആക്രമിക്കുകയായിരുന്നു. അനീഷിന്റെ നെഞ്ചിലടക്കം ചവിട്ടേറ്റു. ഉടൻ തന്നെ പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ നിന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിനിടെ മരണം സംഭവിച്ചു. മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണിപ്പോൾ. പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ച് ജാഥ നടത്തിയതിന് CPM വനിതാ നേതാവ് ചിന്ത ജെറോമിനെതിരെ കേസെടുത്തു. സമൂഹത്തിൽ സ്പർദ്ധ ഉളവാക്കി കലഹം സൃഷ്ടിക്കണമെന്ന ഉദ്ദേശത്തോടെ സംഘം ചേർന്ന് പ്രതിഷേധിച്ച ജാഥ നടത്തിയെന്നാണ് FIR. ചിന്തയടക്കം 55 പേർക്കെതിരെയാണ് ഇരവിപുരം പോലീസ് കേസെടുത്തത്. കോൺഗ്രസ് കൊല്ലൂർ വിള മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് റിയാസുദ്ദീൻ റാവുത്തരുടെ പരാതിയിലാണ് കേസ്. കാസർഗോഡ് മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ സംയുക്ത വോട്ടർ പട്ടിക പരിശോധനയ്ക്ക് MLA AKM അഷ്റഫിനെ BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ വെല്ലുവിളിച്ചു. വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്ന് MLA AKM അഷ്റഫ് ആരോപണം ഉന്നയിച്ചിരുന്നു. വോട്ടർ പട്ടികയിൽ നിന്നും മണ്ഡലത്തിൽ താമസമില്ലാത്തവരെ തള്ളാനാണ് BJP അപേക്ഷ നൽകിയത്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ വോട്ട് തള്ളാൻ ലഭിച്ച അപേക്ഷ 124 മാത്രമാണ്. അതിൽ 92 അപേക്ഷ നൽകിയത് UDF ആണ്. ചില BPLOമാരെ കൂട്ടുപിടിച്ച് UDF വ്യാപക കള്ളവോട്ട് ചേർത്തിട്ടുണ്ടെന്ന് K സുരേന്ദ്രൻ പറഞ്ഞു. മിൽമ പാലിന് ലിറ്ററിന് 4 രൂപ കൂട്ടാൻ സർക്കാർ അനുമതി തേടി മിൽമ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിനു മുൻപ് വിഷയത്തിൽ അനുകൂല തീരുമാനമെടുക്കണമെന്നാണ് മിൽമ ഭരണസമിതിയുടെ ആവശ്യം. സർക്കാർ അംഗീകാരം ലഭിച്ചാൽ വില വർദ്ധിപ്പിക്കും. പാൽ വില ലിറ്ററിന് 4 മുതൽ 6 രൂപ വരെ വർദ്ധിപ്പിക്കാൻ വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിരുന്നു. മിൽമ ആവശ്യപ്പെട്ടാൽ പാൽ വില കൂട്ടുന്നത് സർക്കാർ ആലോചിക്കുമെന്ന് കഴിഞ്ഞ മാസം മന്ത്രി J ചിഞ്ചു റാണിയും വ്യക്തമാക്കിയിരുന്നു. വില കൂട്ടുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനത്തിന്റെ ഭൂരിഭാഗവും കർഷകർക്ക് കൈമാറാനാണ് മിൽമയുടെ ആലോചന. ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ചാൽ 2.40 രൂപ നേരിട്ട് കർഷകർക്കും ബാക്കി തുക പാൽ സൊസൈറ്റികൾക്കും വിൽപ്പനക്കാർക്കുമായി വീതിച്ചും നൽകാനാണ് ധാരണ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി സാധ്യതാ ലിസ്റ്റിൽ KK ശൈലജയ്ക്ക് അതൃപ്തിയെന്ന് വിവരം. കണ്ണൂർ മട്ടന്നൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ അവസരം ലഭിച്ചില്ലെങ്കിൽ മത്സരിക്കാൻ താൽപര്യമില്ലെന്ന നിലപാടിലാണ് KK ശൈലജ. ഇക്കാര്യം CPM സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചതായാണ് വിവരം. അതേസമയം ശൈലജയെ വെട്ടാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. 5 വട്ടം മത്സരിച്ചതിനാൽ ശൈലജ മത്സരിക്കേണ്ടെന്ന
നിലപാടിലാണ് നേതാക്കൾ. മട്ടന്നൂർ അല്ലെങ്കിൽ ശൈലജയെ പേരാവൂരിൽ പരിഗണിക്കാനായിരുന്നു സാധ്യത. ആഗോള നേതാക്കളിലെ ജനപ്രീതി സൂചികയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നാമതെന്ന് അന്താരാഷ്ട്ര സർവേകൾ വ്യക്തമാക്കുന്നു. മോർണിംഗ് കൺസൾട്ട് പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 67% അംഗീകാര റേറ്റിംഗോടെയാണ് മോദി മുന്നിലെത്തിയത്. സ്റ്റാറ്റിസ്റ്റയുടെ കണക്കനുസരിച്ച് 70% റേറ്റിംഗോടെ മോദി തന്നെ ലോക നേതാക്കളിൽ മുൻപന്തിയിലാണ്. അർജന്റീന പ്രസിഡന്റ് ഹാവിയർ മിലി ഉൾപ്പെടെയുള്ളവർ പിന്നാലെയുണ്ട്. ഇന്ത്യയുടെ ഗതിനിർണയ ഉപഗ്രഹം NVS-02 ബഹിരാകാശത്ത് കുടുങ്ങിയതിന്റെ കാരണം വെളിപ്പെടുത്തി ISRO. സന്ദേശം കൈമാറുന്ന കണക്ഷൻ വയർ മുറിഞ്ഞതിനാലാണിതെന്നാണ് വെളിപ്പെടുത്തൽ. ഇതേ തുടർന്ന് NVS-2 ഉപഗ്രഹം ISRO ഉപേക്ഷിച്ചിരുന്നു. അതിനുശേഷം തുടർച്ചയായി 2 PSLV റോക്കറ്റ് വിക്ഷേപണ ദൗത്യങ്ങൾ പരാജയപ്പെട്ടത് വിവാദമായതോടെയാണ് അതിനു മുമ്പുണ്ടായിരുന്ന പരാജയത്തിന്റെ കാരണം വെളിപ്പെടുത്താൻ ISRO നിർബന്ധിതരായത്. 40,000 കോടി രൂപയിലധികം വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് വിധേയനായ വ്യവസായി അനിൽ അംബാനിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED തുടർച്ചയായ 2ാം ദിവസവും വിളിച്ചുവരുത്തി. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമാണ് അന്വേഷണം നടക്കുന്നത്. റിലയൻസ് കമ്മ്യൂണിക്കേഷൻസുമായും അനുബന്ധ ഗ്രൂപ്പ് സ്ഥാപനങ്ങളുമായും ബന്ധപ്പെട്ട വായ്പകളാണ് അന്വേഷണത്തിൽ പ്രധാനമായും ഉൾപ്പെടുന്നത്. വെള്ളിയാഴ്ച രാവിലെ ജയ്സാൽമീർ വ്യോമസേനാ സ്റ്റേഷനിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ LCH പ്രജന്ത് എന്ന വിമാനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പറക്കും. പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസ്താവന പ്രകാരം 2 വിമാനങ്ങളുള്ള LCH രൂപീകരണമായാണ് ദൗത്യം ഏറ്റെടുക്കുക. വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് 2ാമത്തെ LCH-ൽ പറക്കും. രാജസ്ഥാനിൽ 2 ദിവസത്തെ സന്ദർശനത്തിനെത്തിയ രാഷ്ട്രപതി ഇന്ത്യൻ വ്യോമസേനയുടെ വായുശക്തി അഭ്യാസത്തിനും സാക്ഷ്യം വഹിക്കും. വെള്ളിയാഴ്ച രാഷ്ട്രപതി യുദ്ധ ഹെലികോപ്റ്റർ പറത്തുന്നതിലേക്കാണ് ഇപ്പോൾ കണ്ണുകളെല്ലാം ഉറ്റുനോക്കുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് HAL നിർമ്മിച്ച ഈ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത യുദ്ധ ഹെലികോപ്റ്റർ മരുഭൂമികൾ മുതൽ ഉയർന്ന പ്രദേശങ്ങൾ വരെയുള്ള വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളിൽ പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. പ്രജന്ത് ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും തദ്ദേശീയ യുദ്ധ ഹെലികോപ്റ്ററാണ്. 5000 മീറ്ററിനപ്പുറം പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇൻഡോർ റാവുജി ബസാർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വ്യാഴാഴ്ച സിലിണ്ടറിൽ നിന്ന് വാതക ചോർച്ചയുണ്ടായി. സിലിണ്ടർ തണുപ്പിക്കുന്നതിനും ഗ്യാസ് പടരുന്നത് തടയുന്നതിനുമായി അഗ്നിശമന സേന ഒരു ഫയർ ബ്രിഗേഡിനെ ഉപയോഗിച്ച് വെള്ളമൊഴിച്ചു. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. സംഭവത്തിൽ ആർക്കും ഗുരുതരമായ പരിക്കേറ്റിട്ടില്ല. 4ാം ഘട്ട ക്യാൻസർ ബാധിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് താരം റിങ്കു സിംഗിന്റെ അച്ഛൻ മരിച്ചു. റിങ്കുവിന്റെ അച്ഛൻ ഖാൻ ചന്ദ്ര സിംഗ് കുറച്ചുനാളായി അസുഖബാധിതനായിരുന്നു. ഗ്രേറ്റർ നോയിഡയിലെ യാഥാർത്ഥ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. റിങ്കുവിന്റെ അച്ഛൻ അലിഗഡിൽ LPG സിലിണ്ടർ ഡെലിവറി മാനായി ജോലി ചെയ്തിരുന്നു. വലിയ വെല്ലുവിളികൾക്കിടയിലും റിങ്കുവിന്റെ അഭിലാഷങ്ങൾക്ക് അദ്ദേഹം പിന്തുണ നൽകുകയും ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഉയർച്ചയിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തു. KC വേണുഗോപാലിന്റെ കയ്യിൽ രാഹുൽ ഗാന്ധി സ്റ്റാലിന് കൊടുത്തയച്ച കത്ത് മാപ്പപേക്ഷയാണെന്ന് മാധ്യമപ്രവർത്തകൻ R രാജഗോപാലൻ കാൻഡിഡ് മീന എന്ന യൂട്യൂബ് ചാനലിൽ സംസാരിക്കവെയാണ് സീനിയർ മാധ്യമപ്രവർത്തകനായ R രാജഗോപാലൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. തമിഴ്നാട്ടിൽ DMK മുന്നണി അധികാരത്തിൽ വന്നാൽ കോൺഗ്രസിന് 6 മന്ത്രിസ്ഥാനം വേണമെന്ന് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ഇത് പറഞ്ഞ കോൺഗ്രസിനോട് കടക്കുപുറത്തെന്നാണ് സ്റ്റാലിൻ പറഞ്ഞത്. തമിഴ്നാട്ടിൽ DMK ആരോടും അധികാരം പങ്കുവയ്ക്കാറില്ല എന്നതായിരുന്നു സ്റ്റാലിന്റെ നിലപാട്. ഇതോടെ മന്ത്രിസ്ഥാനത്തിന് പകരം തമിഴ്നാട്ടിലെ കോർപ്പറേഷനുകളിലും ക്ഷേത്രങ്ങളെ ഭരിക്കുന്ന HR&CE വകുപ്പിലും മറ്റും അധികാര സ്ഥാനങ്ങൾ നൽകണമെന്നായി കോൺഗ്രസ്. ഇതും വകവെച്ചു കൊടുക്കാൻ സ്റ്റാലിൻ തയ്യാറായില്ല. തമിഴ്നാട്ടിൽ അധികാര സ്ഥാനങ്ങൾ ചോദിക്കുന്ന കോൺഗ്രസ് അളമുട്ടിയ അവസ്ഥയിലാണെന്ന് പറയുന്നു. കാരണം വരുമാന മാർഗങ്ങൾ കുറഞ്ഞു. കേന്ദ്രത്തിൽ ഇനി അധികാരം കിട്ടുമോ എന്ന് യാതൊരു ഉറപ്പുമില്ല. 11 വർഷമായി പ്രതിപക്ഷ സ്ഥാനത്ത് തുടരുന്ന കോൺഗ്രസ് വെറും പ്രാദേശിക പാർട്ടിയായി അധപ്പതിച്ചതിന് തെളിവാണ് തമിഴ്നാട്ടിൽ കോർപ്പറേഷനിലും മറ്റുമൊക്കെ അധികാര സ്ഥാനങ്ങൾ ചോദിച്ച സംഭവം എന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. അഫ്ഗാനെ ആക്രമിച്ച് പാകിസ്ഥാൻ. കബൂളിലടക്കം താലിബാന്റെ സുപ്രധാന കേന്ദ്രങ്ങളിൽ പാകിസ്ഥാൻ ബോംബിട്ടു. അതിർത്തിയിലെ പ്രകോപനത്തിനുള്ള തിരിച്ചടിയാണെന്നാണ് പാക് വാദം. ആക്രമണത്തിൽ 133 താലിബാൻകാർ കൊല്ലപ്പെട്ടെന്നും പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട്. അതേസമയം അതിർത്തിയിൽ അപ്രതീക്ഷിത ആക്രമണം നടത്തിയ പാകിസ്ഥാനെതിരെ പ്രത്യാക്രമണം ആരംഭിച്ച് അഫ്ഗാനിസ്ഥാൻ. പാക് യുദ്ധവിമാനം വീഴ്ത്തിയെന്ന് താലിബാൻ പ്രതികരിച്ചു. നിരവധി സൈനിക പോസ്റ്റുകൾ തകർത്തെന്നും താലിബാൻ വക്താവ് പറഞ്ഞു. പാകിസ്ഥാന്റെ വ്യോമാക്രമണത്തിനുള്ള മറുപടിയായിട്ടാണ് ഇന്നലെ രാത്രിയോടെ കനത്ത ഏറ്റുമുട്ടൽ ആരംഭിച്ചതെന്ന് അഫ്ഗാൻ സൈന്യം അറിയിച്ചു. നങ്കർഹാർ, പക്ടിക പ്രവിശ്യകളിൽ പാക് സൈന്യം നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഏറ്റുമുട്ടലെന്നും അഫ്ഗാൻ സൈന്യം വ്യക്തമാക്കിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
പാകിസ്ഥാന്റെ 55-ലധികം സൈനികർ കൊല്ലപ്പെട്ടെന്നും അഫ്ഗാനിസ്ഥാൻ അറിയിച്ചു. ഇന്ത്യ ഉൾപ്പെടെ 40 രാജ്യങ്ങളിൽ നിന്നുള്ള കോഴിയിറച്ചിയും മുട്ടയും അടക്കമുള്ള പൗൾട്രി ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി പൂർണ്ണമായും നിരോധിച്ച് സൗദി അറേബ്യ. മറ്റ് 16 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഭാഗിക നിരോധനവും പ്രഖ്യാപിച്ചു. പകർച്ചവ്യാധി ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ മുൻകരുതൽ ചൂണ്ടിക്കാട്ടിയാണ് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയുടെ നടപടി. അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ നിരോധനമാണിത്. എത്ര കാലത്തേക്കാണ് നിരോധനമെന്ന് വ്യക്തമല്ല. എന്നാൽ ഭീഷണി വിട്ടൊഴിയുന്ന മുറയ്ക്ക് നിരോധനത്തിൽ പുനഃപരിശോധനയുണ്ടാകും. ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, ജർമ്മനി, ഇറാൻ അടക്കമുള്ള 40 രാജ്യങ്ങൾക്കാണ് പൂർണ്ണ നിരോധനമുള്ളത്. കൂടാതെ ഓസ്ട്രേലിയ, US, ഇറ്റലി, ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളിലെ ചില നഗരങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കും നിരോധനം ബാധകമാണ്. ഹോളിവുഡിലെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിലൊന്നായ വാർണർ ബ്രദേഴ്സ് ഡിസ്കവറിയെ ഏറ്റെടുക്കുന്നതിനുള്ള ഓഫർ ഉയർത്താൻ നെറ്റ്ഫ്ലിക്സ് വിസമ്മതിച്ചു. എതിരാളികളായ പാരമൗണ്ട്, സ്കൈ ഡാൻസ് അവരുടെ ഓഫർ ഉയർത്തിയതിനെ തുടർന്ന് നെറ്റ്ഫ്ലിക്സ് പെട്ടെന്ന് കരാറിൽ നിന്ന് പിൻവാങ്ങി. വ്യാഴാഴ്ച വാർണറുടെ ബോർഡ് സ്കൈ ഡാൻസിന്റെ ഉടമസ്ഥതയിലുള്ള പാരമൗണ്ടിന്റെ ഓഫർ നെറ്റ്ഫ്ലിക്സുമായി മുമ്പുണ്ടാക്കിയ കരാറിനേക്കാൾ മികച്ചതാണെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം വാർണറെ ഏറ്റെടുക്കാൻ നൽകേണ്ടി വരുന്ന പുതിയ വില ഇടപാടിനെ ഇനി സാമ്പത്തികമായി ആകർഷകമല്ലാതാക്കുമെന്നും സ്ട്രീമിംഗ് ഭീമൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.